പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആരാധന പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയത്തിന്റെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും കൈകൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഞാനാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ജനം ഉടമ്പടിയിൽ പുരോഗമിക്കുന്നത് ആരാധനയിൽ വളർച്ച പ്രാപിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ സാക്ഷ്യം പറയുന്നവരെല്ലാം അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ? അത് കാരണം ആരാധനയിലാണ്
അച്ഛൻ ഓരോ കാര്യങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുന്നത്. ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത്, നമ്മുടെ വിഷയവും ഉടമ്പടിക്ക് എങ്ങനെയാണ് അഭിമുഖമായിട്ട് വെക്കേണ്ടത്, വെക്കുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ആ വിഷയത്തിന്മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാവുന്നത്, ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഉടമ്പടി പ്രകാരം, ഇങ്ങനെയുള്ള ഒരു ബിബ്ലിക്കൽ ടെക്നോളജിയാണ് ശരിക്കും ഉടമ്പടി ധ്യാനത്തിൻ്റെ കാത എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഓരോ നോട്ടേഷൻസ് നിങ്ങൾക്ക് തരണത്. അപ്പോൾ ഉടമ്പടി ധ്യാനം ഫോളോ ചെയ്യണം. അതെല്ലാ ധ്യാനവും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായത്, പണ്ടെങ്ങോ അവർ കേട്ടൊരു ധ്യാനമാണ്, പണ്ടെങ്ങോ പറഞ്ഞ ഒരു ധ്യാനമാണ്. ഇപ്പോഴവർ കാഷ്വലായിട്ട് നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൊരു ഗെറ്റ് ത്രൂ കിട്ടി. അപ്പോൾ എല്ലാ ധ്യാനങ്ങളിലും ദൈവം അതിൻ്റെ ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത് എന്താണ്? പോംവഴി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളല്ലേ നമ്മൾ ഉടമ്പടിയിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ പോംവഴികൾ, പരിഹാര മാർഗങ്ങൾ, നിർദ്ധാരണ സങ്കേതങ്ങൾ ഒക്കെ ബിബ്ലിക്കൽ ഫോർമുല ഉണ്ട്. ഈ ബിബ്ലിക്കൽ ഫോർമുലയാണ് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരണത്. അതുകൊണ്ട് തന്നെ ഓരോ ഉടമ്പടി ധ്യാനവും തമ്മിൽ ഒരിക്കലും മിക്സ് ആകത്തില്ല. നേരത്തെ പറഞ്ഞു തന്നെ പിന്നെയും പറയത്തില്ല. 1000 ഉടമ്പടി ധ്യാനം ഉണ്ടെങ്കിൽ 1000 ടോപ്പിക്കായിരിക്കും. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളറിയാമല്ലോ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ ജയേഷും അവിടെ അയർലൻഡിൽ ധ്യാനിപ്പിക്കാൻ പോകുകയായിരുന്നു. അപ്പോൾ ഞാൻ ഭയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെയുള്ള ധ്യാനങ്ങളൊന്നും പുറത്ത് ഞാൻ എടുക്കത്തില്ലായിരുന്നു പണ്ട്. ഇപ്പോൾ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളിത് കഴിയുമ്പോൾ ഇനി ഇസ്രയേലിലെ കർത്താവിൻ്റെ ജന്മസ്ഥലത്ത്, അതുപോലെ തന്നെ ഗലീലിയയിൽ ധ്യാനം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജെറുസലേമിൽ ധ്യാനം എടുത്തിട്ടുണ്ട്, പിന്നെ ഇസ്രയേലിൻ്റെ തലസ്ഥാനത്ത് ധ്യാനമുണ്ട്. അപ്പോൾ പണ്ടെടുക്കത്തില്ലായിരുന്നു. എടുക്കാത്തതിൻ്റെ കാരണം 3-4 കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് കർത്താവ് അനുവാദം തന്നിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ കാരണങ്ങളെല്ലാം എൻ്റെ ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ്. ശാരീരിക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തണുപ്പ് പെട്ടെന്ന് തണുപ്പ് വന്നപ്പോൾ തൊണ്ട അടക്കുകയും പിന്നെ തോട്ട് സോറുണ്ടാകുകയും അത് ശ്വാസം മുട്ടലാകുകയും വലിവാകുകയും ന്യൂമോണിയ ആകുകയും, ഇത് എല്ലാ എൻ്റെ വർഷങ്ങളായിട്ടുള്ള, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള 1 വർഷം 3 പ്രാവശ്യമെങ്കിലും ചെസ്റ്റ് ബ്ലോക്കാവും. ചെറിയ ജലദോഷത്തെ തുടങ്ങിയിട്ട് ഇൻഫെക്ഷൻ കയറി, പിന്നെ പനിയായി, പിന്നെ ശ്വാസത്തിൽ കഫതടസ്സം ഉണ്ടായി, അത് പഴുത്ത്, പിന്നെ കിടപ്പായി, പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ പൊങ്ങി വരത്തുള്ളൂ. ഇതിപ്പോൾ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയാണ്. ആദ്യം എനിക്കിതിനെക്കുറിച്ച് ഭയങ്കര സങ്കടവും ഉത്കണ്ഠയ്ക്കായിരുന്നു. പിന്നെ കുറേ നാളായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്കറിയാമല്ലോ, നിങ്ങൾക്കും ഉണ്ടാവും ആ പേയ്മെൻറ്റ്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങളവർക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി ഇടിച്ചല്ല, ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടി ഇടിക്കത്തതുമില്ല, ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പാടുകേടായല്ല, ക്ഷീണമായല്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റാണത്. അപ്പം നിങ്ങൾ സന്തോഷിക്കണം. ബോധം ഉണ്ടെങ്കിൽ സന്തോഷിക്കണം, ബോധമില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം, ഉടമ്പടിക്കരുത്. കാര്യം ഇതിനെല്ലാം, അതായത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മുടെ സിറ്റുവേഷൻസ് വീക്കാക്കി കളയും. ദൈവം അതെല്ലാവരും അറിയണം, സിറ്റുവേഷൻസ് വീക്കാക്കി കളയും. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊരു ജോലി പ്രശ്നമേ ഉള്ളെന്ന് വിചാരിച്ചോ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊരു പ്രൊമോഷൻ പ്രശ്നമേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കൊരു PR പ്രശ്നമേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല, ഒരു വീടിൻ്റെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ആ വീടിന് വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറയും. അയ്യോ, അതായത് അതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾക്ക് സത്യസന്ധമായ ദൈവാനുഗ്രഹത്തിന് പേയ്മെൻറ്റ് മസ്റ്റാണ്, ഫ്രീ അല്ല. നമുക്ക് ഫ്രീ ഒക്കെ കിട്ടുന്നത് വളരെ, എല്ലാ കാര്യവും ഫ്രീ കിട്ടത്തില്ലല്ലോ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫ്രീ കിട്ടത്തില്ല. അപ്പോഴേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈശോയോട് തന്നെ ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യൻ്റെ പാപങ്ങളെ പൊറുക്കട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് ഇവിടെ വന്നിട്ട് അതല്ല ചെയ്തത്, അല്ലേ? ആ കുഷ്ഠരോഗിയുടെ എന്താ പറഞ്ഞത്? കുഷ്ഠരോഗിയോട് എന്താ പറഞ്ഞത്? നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. 5:9 മർക്കോസിലെ. തലവാത രോഗിയെ കട്ടിലോടുകൂടി താഴേക്ക് ഇറക്കുമ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ്.
എന്താണ്? ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം തിരുവചനം. വായിച്ചോളൂ. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ലുക്ക 5:9 ലുക്കായുടെ സുവിശേഷത്തിൽ വരുമ്പോൾ 5-ാം അധ്യായം 9-ാം വാക്യമാണ്. എന്താണ്? മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു സിമ്പിൾ സംഭവമാണ്. ഇത് ദൈവത്തിന് പൊതുവെ പറഞ്ഞാൽ മതിയായിരുന്നു, പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരാം. മനസ്സിലായോ? മനുഷ്യരാശിയുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കാൻ ഒരു വാക്ക് മതി. ഇതിന് മനുഷ്യാവതാരത്തിൻ്റെ കാര്യം പോലും ഇല്ല പാപങ്ങൾ ക്ഷമിക്കാൻ. കാര്യം മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പാപത്തിന് പരിഹാരമാണ്. അപ്പോൾ ഈ പരിഹാരം എന്നുള്ള വിഷയം, റെമിറ്റൻസ്, ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടേണ്ടി വന്നത് പാപത്തിന് പരിഹാരമാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണ്? ഈ നീതിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഈസിയായിട്ട് തരാൻ കഴിയാവുന്ന കാര്യങ്ങൾ ദൈവം നമ്മളിലേക്ക് എന്താ വാങ്ങിക്കണത്? അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിക്കുക. പേയ്മെൻറ്റായിട്ട് എന്താണ് മേടിക്കണത്? പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയൊന്നുമല്ല. 3 കാര്യങ്ങളാണ് ദൈവം പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത്. എന്തൊക്കെയാണ്? വിശ്വാസം, പിന്നെന്താണ്? പ്രത്യാശ, പിന്നെന്താണ്? സ്നേഹം. ഇത്രയും കാര്യമാണ് ദൈവം പേയ്മെൻറ്റായിട്ട് വാങ്ങിക്കണത്. അതുകൊണ്ട് ഉടമ്പടിയിൽ വാഗ്ദാനം പ്രാപിക്കാൻ പോകുന്നവരെ ഈ 3 പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ആസ്തി ഭദ്രതയുണ്ടോ എന്ന് നോക്കണം. ആസ്തി ഭദ്രത, അതിനാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തുന്നത്. ചിലർ ഉടമ്പടി ധ്യാനം കൂടാതെ വന്നിട്ട് ഓഫീസിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ കാര്യം ചോദിച്ച് നടക്കും. അപ്പോൾ നമുക്കറിയാം ഇവർ ഉടമ്പടി ധ്യാനം കൂടിയിട്ടില്ല, വെറുതെ കൊണ്ടുവന്ന് എന്തോ അഭ്യാസം കാണിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക്, നമുക്കറിയാം ഇത് കറക്റ്റായിട്ട് ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി സിൽവർ ഗ്രേ ഇപ്പോൾ എത്ര പേര്? 12 പേരുടെ കയ്യിൽ ഇരിപ്പുണ്ട് സിൽവർ ഗ്രേ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും മാതാവിൻ്റെ ജീവിക്കുന്ന ഒരു നിറവാണ് സിൽവർ ഗ്രേ. 12 പേരുടെ കയ്യിൽ ഉള്ള ഉടമ്പടി, വെള്ള ഉടമ്പടി കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഉടമ്പടി സിൽവർ ഗ്രേ. ഉടമ്പടി സിൽവർ ഗ്രേയിൽ ഇപ്പോൾ കൊച്ചിനടക്ക് അവരങ്ങനെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് വന്നത് അച്ഛൻ്റെ അടുത്താണ്. അവർക്ക് ആർക്കും എന്നെ കാണണമെന്നൊരു നിർബന്ധവും ഇല്ല. എന്താ കാര്യം? അവർ ഉടമ്പടിയുടെ A to Z ജീവിത രീതികൾ പഠിച്ചിട്ട് അവർക്ക് തന്നെ സ്വന്തമായിട്ട് പരപ്രസാദം ഉൽപ്പാദിപ്പിക്കാനും വരുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ അവകാശത്തിലാക്കണമെന്നൊക്കെ അവർക്ക് ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാകും. കാര്യം നമ്മളൊരു ഇമോഷണൽ സെറ്റപ്പിൽ നിന്നാണ് ഡെലിവർ ആയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ വിശ്വാസം ഒരു ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് അച്ഛൻ ഇന്ന് കുർബാനയ്ക്ക് സംസാരിച്ചത്. വിശ്വാസം ബുദ്ധിപരമായ ഒരു നിക്ഷേപമായി മാറിയിരിക്കുകയാണ്. വിശ്വാസ ജീവിതം, വിശ്വാസമല്ല, വിശ്വാസ ജീവിതം. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെക്കാൻ ആർക്ക് കഴിയുന്നുവോ? ഇപ്പം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നവരെ, അല്ല നമ്മുടെ ശരീരത്തിൽ വരുന്ന പോരായ്മ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന സ്നേഹരാജ യേശുവേ. കൊളോസ്യസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ പറഞ്ഞ ഇതൊരു ക്യാപിറ്റൽ വേർഡാണ്. ഇതൊരു ആണിവചനമാണ്. നമ്മൾ കീ വേർഡ് എന്നൊക്കെ പറയത്തില്ലേ? പറഞ്ഞേ. കൊളോസ്യസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം, മുതലെടുക്കണം. ഇതാ ഞാൻ പറഞ്ഞത് ഇൻഡലക്ച്വൽ നിക്ഷേപമാണെന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്?
നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഒന്ന് കൊരിന്തോസ് 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാണ് നമ്മളെ വിലക്ക് വാങ്ങിയത്? ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ പേയ്മെൻറ്റ് നടത്തിയതാണ്. ആരാണ് പേയ്മെൻറ്റ് നടത്തിയത്? ക്രിസ്തു. അപ്പോൾ നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് പറയുമ്പോഴേ ക്രിസ്തു നമ്മൾ ചെയ്ത മനുഷ്യരാശിയുടെ ബലഹീനതകൾ, ഇപ്പം ബലഹീനതകൾ പരക്കെ ഏത് മതക്കാരും അംഗീകരിക്കുന്നതാണ്. മനുഷ്യരാശിക്ക് ബലഹീനതയുണ്ടെന്ന്. ശബരിമലയെ അവർ ഇരുമുടി കെട്ടി പോകുന്നവരും അതുപോലെ കാബ സ്റ്റോണിലെ ഹജ്ജിന് പോകുന്നവരും എല്ലാവരും മനുഷ്യൻ്റെ ബലഹീനതയെ അവർ അംഗീകരിക്കുന്നുണ്ട്, അല്ലേ? മനുഷ്യൻ പാപാവസ്ഥയിലുള്ളതാണെന്ന്. പക്ഷെ സംബഡി ടു ഗീവ് ദി റെമിറ്റൻസ്, അതിന് ആരെങ്കിലും ഒരാൾ പരിഹാരം ചെയ്യണ്ടേ? ആ പരിഹാരമാണ് ദൈവപുത്രനായ ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്തത്. കൈയടിച്ച് കർത്താവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് വേണ്ടി ദൈവം വ്യയം ചെയ്തതാണ്, വില കൊടുത്തതാണ്. ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണുള്ള പ്രൊവിഷനുണ്ട്. അപ്പം അത് മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളുടെ രോഗമായാലും പീഡയായാലും മനപ്രയാസമായാലും ഇതിനെ സമീപിക്കേണ്ട ഒരു സുവിശേഷ വിഹിതമായ രീതിയുണ്ട്. ഇത് ഘട്ടം ഘട്ടമായി നമുക്ക് വേണ്ടി ദൈവം ഒരുമിച്ച് തന്നത് ഘട്ടം ഘട്ടമായി നമുക്ക് ദൈവത്തിന് തിരിച്ചു കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? അതാണ് 1 കൊരിന്ത്യർ 6:20 കൊളോസ്യസ് 1:24 ലിങ്ക് ചെയ്യേണ്ടത്. 1 കൊരിന്ത്യർ 6:20 എന്താണ്? നിങ്ങൾ പറഞ്ഞ് വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരാണ് നമ്മൾ വിലക്ക് വാങ്ങിയത്? ക്രിസ്തുവാണ് വിലക്ക് വാങ്ങിയത്. അപ്പം ക്രിസ്തു വിലക്ക് വാങ്ങിയത് അവൻ്റെ വിശുദ്ധമായ രക്തം നൽകിയാണ്. സഹനം രക്തം നൽകിയത് കർത്താവ് സഹനം നൽകിയാണ് വിലക്ക് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അവനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഐസയ പ്രവചനം 700 വർഷം മുമ്പേ അവരിങ്ങനെ സഹനം നൽകി നമ്മളെ വീണ്ടെടുക്കുമെന്ന് പ്രവചനമുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമേ വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ പ്രവചനമുള്ളൂ. എന്താണ്? നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ ബലഹീനതകളാണ് അവൻ വഹിച്ചത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഐസയ 53:7. യേശയ്യ 53:4 മുതലുള്ള തിരുവചനങ്ങൾ. യേശയ്യ 53:4 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. ഒന്ന് പറഞ്ഞേ, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. അപ്പൊ നമ്മുടെ അടുത്ത വചനം, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തതെന്ന് നാം കരുതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് ഉടമ്പടിയുടെ അകത്തെ എൻജിൻ റൂമിലേക്കാണ് ഞാൻ നിങ്ങളെ കയറ്റിയിരിക്കുന്നത്. എൻജിൻ നമ്മൾ അഴിച്ച് പരിശോധിക്കുകയാണ്. നിങ്ങളൊരു മെക്കാനിസ്റ്റിനെ പോലെ ഞാനിതിൻ്റെ വശങ്ങൾ കാണിച്ചു തരികയാണ്. കാര്യം എന്താണ്? ഒരു ഡ്രൈവർ ഒരു മെക്കാനിസ്റ്റ് കൂടിയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും ജോലിക്ക്, അല്ലേ? കേവലം ഡ്രൈവറിനാണ് മെക്കാനിസ്റ്റും വന്നുകൂടി. ഒരു മെക്കാനിസ്റ്റ് കം ഡ്രൈവറും ഒരു ഡ്രൈവറും കൂടി വന്നാൽ കമ്പനി ആരെ എടുക്കും? മെക്കാനിസ്റ്റ് കം ഡ്രൈവറെ എടുക്കത്തുള്ളൂ. ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. ഇതിൻ്റെ ഇന്ധനം അതാണ്. നമ്മൾ നടന്നു പോകുന്ന വഴികളെന്നൊക്കെ മനസ്സിലാക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ മെക്കാനിസം കൂടി നമ്മൾ പഠിക്കുകയാണ്. അല്ല, നമ്മളൊരു കാറ് വാങ്ങിച്ചിട്ട് കേട് വരുമ്പോൾ വേറെ വണ്ടി വിളിച്ച് ആ വണ്ടിയെ കയറ്റി ചുവന്നുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി
റിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവമല്ല. അയാൾ മെക്കാനിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെൽഫ് റിപ്പയറിങ് നടക്കണം എവിടെയെങ്കിലും. അതിപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വില കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ദൈവത്തിന് ദൈവം വില കൊടുത്താൽ വാങ്ങിയതെന്ന് നമുക്കറിയാം. അതാണ് 1 കൊരിന്ത്യർ 6:20. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ എങ്ങനെ വിലക്ക് വാങ്ങപ്പെട്ടു എന്നുള്ളതാണ് ഐസയ 53:4, 5, 6, 7 വചനം പറയുന്നത്. എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മൾക്ക് രക്ഷയായി. കേടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കൃപാസനം ധ്യാനമില്ലേ? കൃപാസനം ധ്യാനം, ഉടമ്പടി ധ്യാനത്തേക്ക് കാണേണ്ടതിൻ്റെ നിങ്ങൾക്കറിയാവുന്നത് കരിസ്മാറ്റിക് വചന പ്രഘോഷങ്ങളല്ലേ അറിയാവുന്നത്. ആ മോഡിൽ ഇതിനെ കാണാൻ പറ്റത്തില്ല. ഇത് കൃപാസനത്തിന് ദൈവം കൃപാസനം ധ്യാനത്തിൻ്റെ രീതികൾ കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അതായത് ആ രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? അതിൻ്റെ വെളിപാടുകൾ. ഇപ്പോൾ ഞാൻ അയർലൻഡിൽ ചെന്ന് ഉടമ്പടി ധ്യാനം നടത്തിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത് ഇവിടെ വെച്ച് പറഞ്ഞ കാര്യമല്ല അവിടെ പറഞ്ഞത് വേറെയാകാം. അവിടെ എന്നോട് പറഞ്ഞത് ഉടമ്പടി അവർ രാത്രി 11:45 മണി വരെ നിന്ന് ഉടമ്പടി എടുത്തത്. തണുപ്പ് രാജ്യം നിങ്ങൾക്കറിയാമല്ലോ. 9 മണിക്ക് കയറിയ ധ്യാനത്തിന് ഞാൻ കയറിയതാണ്. ഞാൻ ഇറങ്ങുമ്പോൾ രാത്രി 11-12 മണിയായി. ആ 11:45 മണി വരെ ആൾക്കാർ ക്യൂ നിന്ന് ഉടമ്പടി എടുക്കുകയാണ്. അതൊക്കെ അവർക്ക് കിട്ടിയ ഒരു അവസരം അവർ ത്യാഗം അനുഭവിച്ച് അത് വളരെ വിശ്വസ്തയോടെ. എന്നാൽ പൊടിക്കുഞ്ഞുങ്ങൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് ഈ കുടുംബം മുഴുവൻ വന്നത്. നമ്മുടെ ഇവിടെ പോലെ വീട്ടിലെ ആളായിട്ടിട്ട് പോരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വരുമ്പോൾ 2 വയസ്സുള്ള കുഞ്ഞ്, 3 വയസ്സുള്ള കുഞ്ഞ്, 4 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ആ കുഞ്ഞുങ്ങളാരും നിലവിളിക്കണില്ല. നിങ്ങളിപ്പോൾ ഇവിടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന കാറി കൂവിന്ന ആളെ വെച്ച് കൃപാസനം അത് മനത്തിൽ കിട്ടും. അതെന്ത് സംഭവം എന്നറിയത്തില്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ആ നിലവിളിയില്ല. അത് ട്രെയിൻഡാണ് ശരിക്കും, വേറെ രീതിയിലാണ്. ഈ എനിക്കപ്പോൾ മനസ്സിലായി നിലവിളിപ്പിക്കാതെ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമോ എന്ന് എനിക്ക് മനസ്സിലായി. അയർലൻഡിൽ ചെന്നപ്പോൾ ഒരു കുഞ്ഞ്, ഞാൻ 200 കുഞ്ഞുങ്ങളുള്ള ഒരു ധ്യാനത്തിൽ ചെന്ന്. ഞങ്ങളുടെ താഴത്തെ നിലയിൽ ഞാൻ നടത്തുന്ന ധ്യാനം, അതുപോലെ തന്നെ അവിടെ ഒരു 1400 പേരുണ്ട്, 1200 പേരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ മോളിൽ പിടിച്ചുകൊണ്ട് പോയി. ഇതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ധ്യാനമുണ്ട്. അവിടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്നെ കാണുമ്പോൾ ടാറ്റ പറഞ്ഞ് ചിരിച്ചോണ്ട്. എന്നെ ആദ്യം കാണുകയാണേ. ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾ എന്നെ കണ്ടാൽ നിലവിളിക്കും. അപ്പോൾ തന്നെ ഞാൻ തന്നെ ഓർത്ത് എന്ത് പരിപാടിയാണിത്. കുഞ്ഞുങ്ങളൊക്കെ ഏതാണ്ട് ഞാൻ വർഷങ്ങളോളം അവരുടെ വീട്ടിൽ താമസിച്ച പോലെ എന്നിട്ട് കഴിഞ്ഞപ്പോൾ ടാറ്റ പറഞ്ഞ് പ്രൈസ് ജീസസ്. 3 വയസ്സുകാരുണ്ട്, 4 വയസ്സ്, 5 വയസ്സുകാരൊക്കെ ഉണ്ട്. ഏറ്റവും കൂടിയ കൊച്ചിന് വേണ്ട ഒരു 7 വയസ്സേ കാണത്തുള്ളൂ. അത്ര 7 വയസ്സ് കാണത്തില്ല, അത്രേ ഉള്ളൂ. അത്ര 300 കുഞ്ഞുങ്ങളെ എനിക്കാണെങ്കിൽ ഭയങ്കര അഭിഷേകം കിട്ടി. കരുതുകളെല്ലാം കണ്ടപ്പോഴേ മറ്റൊരു രാജ്യത്താണ് അവർ ജീവിക്കണമെങ്കിലും അവർ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ അവരെ വിശ്വാസത്തിലാണ് വളർത്തുന്നത്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ്. മലയാളി ഇവിടുന്ന് ചെല്ലുമ്പോൾ, മലയാളി തന്നെയല്ലേ, നമ്മളെ 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് ഇപ്പോൾ പള്ളി വരാൻ നമുക്കെന്ത് പാടാ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 2 വയസ്സ് തൊട്ട് കൊടുത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കൊടുക്കണമെന്ന് തോന്നണം. കാര്യം അങ്ങനെ കൊടുത്ത വിശ്വാസം ഒരിക്കലും നമുക്ക് പോകത്തില്ല. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളൊന്ന് മുതിർന്നിട്ട് വിശ്വാസം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വിശ്വാസം സ്വീകരിച്ചെന്ന് വരും അല്ലേ. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഭക്ഷണം എങ്ങനെയാണ് കൊടുക്കണത്? എപ്പോഴാണ് കുഞ്ഞിനെ ജനിക്കുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കത്തില്ലേ അല്ലേ, മുലപ്പാൽ കൊടുക്കത്തില്ലേ? എന്നെ പറഞ്ഞാൽ അതുപോലെ തന്നെ വിശ്വാസം കൊടുക്കണം. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയത് കൊണ്ടാണ് എനിക്കത് വല്ലാതായിട്ട് തോന്നിപ്പോയി. ഭയങ്കര സന്തോഷം തോന്നി. കാര്യം 2 വയസ്സുകാർ, കറക്റ്റ് 2 വയസ്സേ ഉള്ളൂ, ഇത്രയേ ഉള്ള ആൾക്കാർ. അപ്പോൾ ഈ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി എഴുന്നേറ്റിട്ടേ, കാണാത്ത ഒരാളല്ലേ ഞാൻ കാണുന്നവർ, എന്നിട്ട് പോലും അവർ എനിക്ക് ടാറ്റയൊക്കെ തന്ന് പ്രൈസ് ജീസസൊക്കെ ഈ 3 വയസ്സോ 4 വയസ്സുള്ള ആൾക്കാരൊക്കെ പറയണേ. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണ പോലെ ഇരിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായി. അതുപോലെ തന്നെ അവരുടെ വിശ്വാസ പരിശീലനം. കാര്യം അതൊക്കെ മുമ്പ് സംഭവം ഉണ്ടായി. എൻ്റെ ഇവിടുത്തെ പഴയ വികാരി ഫാദർ യേശുദാസ് എന്നോട് ഒന്ന് ചോദിച്ചു, അച്ഛാ ഞാനൊരു കുടുംബത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് 1 മാസം, 1 കൊല്ലവും 2 കൊല്ലവും 3 കൊല്ലവും ആയിട്ടുള്ളവർക്ക് ഇവരെ കാണാൻ നിൽക്കുകയാണ്. സീരിയസ്. അപ്പോൾ ഉടമ്പടി എടുക്കാത്തവരെ കാണുമ്പോൾ പ്രയാസമായിരിക്കുമെന്ന് ഞാൻ അവരെ പറഞ്ഞു വിട്ടു അച്ഛനോട്. പക്ഷേ അച്ഛൻ നമുക്ക് ഒരിക്കലും
ഒഴിവാക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നല്ല വിശുദ്ധിയുള്ള അത്രയും അടുപ്പമായിട്ടുള്ള കൃപാസന അടുപ്പോടെ അച്ഛനാണ്. എന്നിട്ടും എനിക്ക് ഉടമ്പടിയുടെ വിഷയമുള്ള കാരണം ഉടമ്പടി ഞാൻ കാണിക്കുന്ന നീതിയല്ലല്ലോ. ആരെങ്കിലും വന്ന് പറയുമ്പോൾ അവരെ കാണുക എന്ന് വെച്ചാൽ നീതിയല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെന്തായാലും അറിയാം, ഉടമ്പടി എടുത്ത 10,000 മനുഷ്യർ കാണേണ്ട ഒരു പോക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കത് എൻ്റെ മനസ്സനുഭവിച്ചത്. ഞാൻ അച്ഛനോട് പറഞ്ഞു, യു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ അവർ അവിടെ വെച്ച് എന്നെ കണ്ട്, അയർലൻഡ് വെച്ച് എന്നെ കണ്ട് ഇവരെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞ അടുത്ത് പറഞ്ഞു വിട്ട ഒരാൾക്കാരാണ്. പക്ഷേ അവരെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അവർ 2 സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ട്, നോക്കിൽ വെച്ചും കണ്ടു. എന്താ കഷ്ടം എന്നറിയാവോ, അവർക്ക് 10 കുഞ്ഞുങ്ങളുണ്ട്. 10 കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. 2 പേര് മാത്രം. അവർ 10 എന്ന് പറഞ്ഞിട്ട് 2 പേര് ഈശോൻ്റെ അടുത്തുണ്ട്, ബാക്കി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അത്രയും വിശ്വാസത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. 2 പേര് ഈശോൻ്റെ കയ്യിലുണ്ട്, ബാക്കി 8 പേരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ 8 പേരും അപ്പനും അമ്മയുമായിട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കണത്. 8 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയോട് സഞ്ചരിക്കും. അതെനിക്ക് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു അഭിഷേകം തോന്നി. അപ്പം അതായത് ഇതൊക്കെ നടക്കും ഈ കാലത്തും. അപ്പം നിങ്ങൾ ആദ്യമേ തന്നെ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതേ, നിങ്ങളുടെ വയറ്റിപ്പഴുപ്പ് മാത്രം ലക്ഷ്യമാക്കിയാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വയറ്റിപ്പഴുപ്പ് പോലും നിങ്ങൾക്ക് യോഗ്യത അർഹതയില്ലാത്ത രീതി വരും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു കാനഡയിലേക്ക് പോകുന്ന ആൾക്കാർ വന്നു. അപ്പം ഞാൻ 4 പേരെയും പ്രാർത്ഥിച്ചു, അപ്പനും അമ്മേനെയും കുറച്ച്. അവർക്ക് ഒരാൾക്കാണ് ചീട്ടുള്ളത്. അപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുമെന്ന് അവർക്ക് ധൈര്യമുള്ളതുകൊണ്ട് അവർ 4 പേരും കൂടി കയറി നിന്ന് അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളും. അപ്പോൾ ഞാൻ അവരെല്ലാവരും ആശീർവദിച്ച് കഴിഞ്ഞ് പിരിയാനായപ്പോൾ അതിൻ്റെ അകത്ത് അമ്മ എന്നോട് പറഞ്ഞ്, അച്ഛാ എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞു. അവന് വൈദികനാക്കാൻ വേണ്ടി ഒരു ആൺകുഞ്ഞിനെ വേണം എനിക്ക്. അതിന് അവൾ ഒന്നുകൂടി പ്രസവിക്കാൻ തയ്യാറാണ്, 1-2 പ്രസവിക്കാൻ തയ്യാറാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ പേടിക്കണ്ട, അതെനിക്ക് ആ ഈശോ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നത്, അതുകൊണ്ട് അതുകൂട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് വെച്ചാൽ ഇവളുടെ ഈ അമ്മയുടെ തലേ കൈ വെച്ചപ്പോൾ തന്നെ ഈശോ പറഞ്ഞ് ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതായത് നമ്മൾ ദൈവത്തോട് ഇങ്ങനെ സത്യസന്ധമായി നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ സൂക്ഷ്മമായ മനോവികാരങ്ങളെപ്പോലും ഹോണർ ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കളെ, നിങ്ങൾ ഹോണർ ചെയ്യാത്ത ആരെങ്കിലും ദൈവം എൻ്റെ കാര്യം തിരക്കുന്നില്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം തിരക്കാത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം തിരക്കണതാണ് സത്യം. എന്താ കാര്യം, ഈ കാനഡയിലേക്ക് പോണ മകളുടെ തലേ കൈവച്ചപ്പോൾ 2 അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത് ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ ഞാൻ ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അവൾ കാനഡയ്ക്ക് പോണ ആശീർവാദത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഞാൻ അവൾക്ക് ആൺകുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് എനിക്കൊരു ആൺകുഞ്ഞിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം, അവനെ വൈദികനാക്കാനാണെന്ന്. അപ്പോൾ എന്തോ ഒരു ദാറ്റ് മീൻസ് ഇവർ ദൈവത്തിന് വേണ്ടി പ്രസവിക്കുക, ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്തുക, ദൈവത്തിന് കൊടുക്കുക, അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ് നിങ്ങൾ ദൈവത്തിന് 10 പൈസ ഗുണമില്ലാത്ത നിങ്ങളുടെ സ്വന്തം കാര്യം കൊണ്ട് വരുന്നത്. എത്ര കാലം കൊണ്ടുവരേണ്ടി വരും? അതുകൊണ്ട് നിങ്ങളുടെ ഈ വിഷയമില്ല, അജണ്ട ഒന്ന് റീതിങ്ക് ചെയ്യണം, നല്ലതാണ്. ഒരു മൂവ്മെൻറ്റ് നടത്തിയാൽ ദൈവത്തിനെന്ത് പ്രയോജനമെന്ന് ചിന്തിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞാൻ എന്ത് മൂവ്മെന്റ് നടത്തിയാലും അവിടെയെല്ലാം നിനക്ക് ഒരു സ്പേസ് ഉള്ള രീതിയിൽ ചിന്തിക്കാൻ, അത് നടപ്പിൽ വരുത്തുവാൻ എന്നെ റീഫോർമേറ്റ് ചെയ്യണമേ, എന്നെ പുനരുദ്ധരിക്കണമേ, പുനഃക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. നിങ്ങളിതൊക്കെ എടുക്കേണ്ടതുണ്ടല്ലോ. അതായത് ഉടമ്പടിയിൽ നിന്ന് കിട്ടുന്ന ഉൾക്കാഴ്ചകളെ അതെങ്ങനെ എടുക്കേണ്ടത്? അതായത് എടുക്കേണ്ടത്
5 പുറപ്പാടിന് 25 എടുത്ത്. പുറപ്പാട് 25 ശ്രുതികട അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. പുറപ്പാട് 25:22 അവിടെ വെച്ച് പറഞ്ഞ അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും. ഞാൻ നിന്നെ കാണും. കൃപാസനത്തിന് മുകളിൽ നിന്ന് കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് ഇവിടെ മുകളിൽ ഈശോനെ വെച്ചിട്ടില്ല നമ്മള്. അതാണ് എൻ്റെ ഈ വചനത്തിൽ നിന്ന് അത് എടുത്തത്. അതായത് ഈശോ വചനം ഇവിടെയും ആ ഒരു ചിന്തയിലാണ് ഈശോയെ വെച്ചിരിക്കുന്നത്. കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പം കൃപാസനത്തിൻ്റെ ധ്യാന ശുശ്രൂഷകളെ ഒരു കരിസ്മാറ്റിക് ധ്യാനമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന് ദൈവത്തോട് ഉടമ്പടി ചെയ്ത വ്യക്തികളോടുള്ള ദൈവത്തിൻ്റെ ഒരു സംവേദനമായിട്ടാണ് കാണേണ്ടത്. ഈശോയുടെ വചനങ്ങൾ അവൻ പറയണത് നമ്മൾ നടപ്പിൽ വരുത്തിക്കണം. അവൻ പറയണതേ നടപ്പിൽ വരുത്താവൂ. അവൻ പറയണതേ നടപ്പിൽ വരുത്താവൂ. അവൻ പറയുന്ന ശ്രദ്ധിക്കണം. നമ്മൾ മോസസിന് ഇത്തിരി ശ്രദ്ധ കുറഞ്ഞു പോയി, അത് കാരണമാണ് വാഗ്ദാനം പ്രാപിക്കാതെ വന്നത്, അല്ലേ? അത് വചനം എഴുതിയിട്ടുണ്ടല്ലോ. നിയമാവർത്തനം 32 51 മുതൽ 52 വരെ. എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാദേശിലെ മെരീബ ജലാശയത്തിന് സമീപം ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എന്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക. എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. കാര്യം വാഗ്ദാനം മോസസ് പ്രാപിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? പ്രവേശിക്കാതിരിക്കാൻ കുറെ കാരണങ്ങളുണ്ട്. എന്നൊക്കെ ഈ കൽപ്പന കൊടുത്ത മോസസ് പോലും വാഗ്ദാനം പ്രാപിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു ദുരന്തം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോടുള്ള വിശ്വസ്തതയ്ക്ക്, സൂക്ഷ്മതയുള്ള വിശ്വസ്തതയ്ക്ക് മോസസ് സാക്ഷ്യം വഹിച്ചില്ല, അല്ലേ? പാറയെ ചൂണ്ടാൻ പറയുമ്പോൾ പാറ അടിക്കാൻ തുടങ്ങി. രണ്ട് തരാറുണ്ട്. പാറ മെരീബയിലെ ജനത്തിൻ്റെ ആ പാറയിൽ അടിക്കാനേ പറഞ്ഞുള്ളൂ, അല്ല ചൂണ്ടാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ മോസസ് എന്ത് ചെയ്ത്? അത് അടിച്ചു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വചനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടിയും അതിന് ദൈവം വിശ്വസ്തതയെന്നാണ് പറയണത്. നമ്മളെ ദൈവം എന്താ പറയണത് അതനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്നത് വിശ്വസ്തതയാണ്, വിശ്വാസമല്ല, വചനത്തോടുള്ള വിശ്വസ്തത.